കശ്മീർ വല്ലാത്ത വേദനയാണ് ഇന്നലെ മുതൽ സമ്മാനിക്കുന്നത്. 27ഓളം പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ലഷ്കർ ഇ തോയ്ബ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊരു ആസൂത്രിതമായ നീക്കം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സർക്കാരുകളുടെ അലംഭാവം, അതായത് കശ്മീരിലെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ അലംഭാവം എന്ന് പറയുമ്പോഴും AK-47 ഉൾപ്പെടെ സൈനിക വേഷം ധരിച്ച് തീവ്രവാദികൾ എത്തിയത് എല്ലാം കണക്കുകൂട്ടി തന്നെയാണ്. അങ്ങനെ കരുതണ്ടേ? തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഈ പാർട്ടിയുടെ അലംഭാവം തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ ഈ പറഞ്ഞതുപോലെ അവിടെ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ശാന്തമായി അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ കോടതി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന രീതിയിൽ വളരെ പെട്ടെന്ന് കോടതി ഒരു അഭിപ്രായം പറയുകയും അതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തത്. പക്ഷേ ആ കോടതി ഇക്കാര്യത്തിൽ ഇത്ര തിടുക്കം കാട്ടേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർ ഇത്തരത്തിൽ അധികാരത്തിൽ വന്ന ശേഷം ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അശാന്തിയുടെ തീരത്തേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെ ഏറെ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഏതായാലും ഈ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് ലോക നേതാക്കൾ രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രധാനമന്ത്രി സൗദിയിലായിരുന്നു, സന്ദർശനം വെട്ടിച്ചുരുക്കിയത് വെളുപ്പിന് തന്നെ അദ്ദേഹം ഇവിടെ എത്തി. അതോടൊപ്പം തന്നെ ഇനി ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആശങ്കയിലാണ് ഇന്ത്യ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മതപരമായ ഒരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഒരിക്കലും ഈ സംഘടന ആ രീതിയിൽ തന്നെയാണ് ഓരോരുത്തരുടെയും മതം ചോദിച്ച് അവരെ അതെ ഹണിമൂണിന് പോയ ദമ്പതികളുടെ അവസ്ഥ, ഒരാൾ ഭർത്താവ് മരിച്ച ഭാര്യയുടെയൊക്കെ ദുഃഖം നമ്മൾ കണ്ടു. ഏതായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കും. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടേക്ക് എത്തുന്നു, ഇവിടുത്തെ ടൂറിസം വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ രാജ്യത്തിന് വളർച്ച ഉണ്ടാകുന്നു, സംസ്ഥാനത്തിന് വളർച്ച ഉണ്ടാകുന്നു. ഇതെല്ലാം മുൻകൂട്ടി കാണണം. കാരണം ആ ഒരു ഇനിയിപ്പോൾ അവിടേക്ക് വരാൻ ആൾക്കാർ പേടിക്കും. കാരണം കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് പേർ അവിടേക്ക് പോകുന്നുണ്ട്. വിനോദസഞ്ചാരമൊക്കെ കാശ്മീരിലേക്ക് എന്ന് പറയുമ്പോൾ ഞാനും ഒക്കെ പോകാനായി തയ്യാറെടുത്തിരിക്കും. അതെ 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 എൻ്റെ ഫാദറിനൊക്കെ കഴിഞ്ഞ ആഴ്ച പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു അശാന്തമായ തീരത്തേക്ക് ഇനി പോകാൻ ഒരു പേടി ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആ പ്രധാനമന്ത്രിയുമായും ഇന്ത്യയുമായുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ശക്തമായ ബന്ധം അല്ലെങ്കിൽ ആഴം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം. ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ട്രംപ് അറിയിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കെതിരെ കടുത്ത ശിക്ഷ നൽകുമെന്നും ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും ഏതായാലും ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇനി ഈ പറഞ്ഞതുപോലെ ഒരുപാട് സൈനിക ശക്തി ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യ ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന സ്വഭാവമില്ല. പക്ഷേ അടിച്ചാൽ അതിൻ്റെ ഇരട്ടിയായി തിരിച്ചു കൊടുക്കാനുള്ള ശക്തിയും ആയുധബലവും ഒക്കെ ഇന്ത്യക്കുണ്ട്. ഏതായാലും സംഭവത്തിൽ താൻ അതിയായി ദുഃഖിതയാണെന്നും ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും വ്യക്തമാക്കി. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്നതെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചത്. ജർമ്മനി, ഡെൻമാർക്ക്, യൂറോപ്പ്, ഗയാന, ഇസ്രായേൽ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ അപലപിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിൽ 4:30ഓടെയാണ് രാജ്യത്തെ നടുക്കിയ ഈ ഭീകരാക്രമണം നടന്നത്. ട്രക്കിംഗ് നടത്തുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ 6 അംഗ ഭീകരസംഘം വെടിയുതിർക്കുകയായിരുന്നു. ഹിന്ദുക്കളായ പുരുഷന്മാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 27 പേരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഒമർ അബ്ദുള്ളയുടെ ഭരണം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇത്രയും ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് കാശ്മീരിനെ കൊണ്ടെത്തിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ സന്ദർശനത്തിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കും. ഏതായാലും ഭീകരർ എത്തിയത് സൈനിക വേഷത്തിലാണ്. അതാണ് 6 അംഗ സംഘമാണ് സൈനിക വേഷത്തിലെത്തിയത്. 2 ബൈക്കുകളിലായിട്ടാണ് എത്തിയത്. പലരും വെടിയേറ്റ് വീണത് ഉറ്റവരുടെ മുന്നിലാണ്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. കാരണം ഇതിൻ്റെ കരച്ചിൽ ഒക്കെ നമുക്ക് ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട്. സൈനിക വേഷം ധരിച്ച് ഭീകരർ എത്തിയെന്നത് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഒരു മലയാളി ഉൾപ്പെടെ അതിൽ പെട്ടു എന്നുള്ളതാണ്. അതെ അതെ തോക്കുകളുമായി 2 ബൈക്കിലായി 6 അംഗ സംഘമാണ് എത്തിയത്. പൊടുന്നനെ തോക്കുമായി വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പലരും കുടുംബാംഗങ്ങളുടെ മുന്നിലാണ് വെടിയേറ്റ് വീണത്. മഞ്ഞു മൂടപ്പെട്ട കശ്മീർ മലനിരകളിൽ നിന്ന് ഇന്നലെ പ്രതിധ്വനിച്ചത് വെടിയൊച്ചകളുടെ ശബ്ദമായിരുന്നു. കുറേ നാളായി ഒരു ശാന്തമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉള്ളവരെല്ലാം വളരെ ആഹ്ലാദത്തിലായിരുന്നു.
ഇത് കോടതിയാണ് ഇത്ര പെട്ടെന്ന് അവിടുത്തെ ഒരു വിധിയിലൂടെ വന്നത്. അതിന് മുമ്പ് ഇത് വലിയ ശാന്തതയുടെ ഒരു സ്ഥലമായിരുന്നു. നിസ്സഹായതയുടെ അലറി വിളികളായിരുന്നു. മധുവിധു ആഘോഷിക്കാനെത്തിയവർ, സുഹൃത്തുക്കളോടൊപ്പം ട്രക്കിങ്ങിന് വന്നവർ, കുടുംബത്തോടൊപ്പം കാശ്മീർ ആസ്വദിച്ചിരുന്നവർ, അങ്ങനെ പല ദേശത്തു നിന്നും പഹൽഗാമിലേക്ക് എത്തിയവർ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് വെടിയേറ്റ് പിടഞ്ഞു വീണത്. ഉറ്റവരുടെ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ കരയാനല്ലാതെ ഒന്നിനും കഴിയാതെ ബന്ധുക്കൾ നിശ്ചലരായി. ഒരു മലയാളികൾ ഉൾപ്പെടെ 28 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർ വെടിയേറ്റ് വീണു. 2 വിദേശ പൗരന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിൻ്റെ ചിത്രം ഏവരെയും കണ്ണീരിൽ ആഴ്ത്തിയിരുന്നു. ഭർത്താവിൻ്റെ മൃതദേഹത്തിന് സമീപം വിറങ്ങലിച്ചിരിക്കുന്ന യുവതിയുടെ ചിത്രം ആക്രമണത്തിൻ്റെ ഭീകരത വിവരിക്കുന്നതാണ്. 6 ദിവസം മാത്രമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം. എന്നാലോചിച്ച് നോക്കുക, എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്തയാണത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലുണ്ട്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ തന്നെ ഡൽഹിയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ട്. ഇനിയിപ്പോൾ ഈ സംഘടനയ്ക്ക് ലഷ്കർ ബി തോയ്ബയുമായി ബന്ധമുണ്ട്. സൈഫറുള്ള കസൂരി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഇതിന്റെ കമാൻഡർ ആയിരുന്നു. അയാളാണ് ഇത് നയിച്ചത്. അവന്റെ കാര്യം ഇനി പോക്ക് കേസാണ് എന്ന് പറയുന്നത്. ഇനി അവന്റെ തല ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം തൊട്ടത് ഇന്ത്യയാണ് അല്ലേ? ഇന്ത്യയെ തൊട്ടാൽ ഇന്ത്യ സമാധാനത്തോടെ, ഇന്ത്യയുടെ പൗരന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നാണ് ഇന്ത്യക്ക് ഇപ്പോൾ ആശങ്ക. കാരണം ഇന്ത്യ തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്ന് പോലും ഇനി, കാരണം പുൽവാമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും തീവ്രമായ, ഏറ്റവും ഭയാനകമായ ഒരു ആക്രമണമാണ് നമ്മൾ കാശ്മീരിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ഇത് ഗൗരവമെന്നല്ല, അതീവ ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ഇവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാനിലെ ചീഫ് കമാൻഡർ 2 ദിവസം മുൻപ് ഒരു കാര്യം പറഞ്ഞു. കശ്മീർ നമ്മുടെ സിരകളിലൂടെ ഒഴുകുകയാണ്, നമ്മുടെ ദേശസ്നേഹം കാണിക്കണം. അതായത് ഈ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളോടാണ്, നിങ്ങളെ ഞങ്ങൾ പറയുന്നില്ല, കാരണം ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ. പക്ഷെ അങ്ങനെ അല്ലാത്ത കുറേ ആളുകളുണ്ട്. അതായത് ഏത് വിധേനയും ഇന്ത്യയെ തകർക്കാൻ നടക്കുന്നവർ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വിനു, ഒരു തീവ്രവാദി വരുന്നു, എന്താണ് നിന്റെ മതമെന്ന് ചോദിക്കുന്നു. ആ മതത്തിൻ്റെ പേരിൽ മതം ഹിന്ദു എന്നുള്ളത് കൊണ്ട് മരണപ്പെടുന്ന ഒരവസ്ഥ, അത് ഇന്ത്യയിൽ. അതാണിപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം വൈകില്ല കേരളത്തിലേക്കും ഇത് പടർന്നു കയറാൻ. കാരണം കേരളം ഇതിൻ്റെ വലിയ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ ഇനി കേരളത്തിലുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഭയക്കണം, നന്നായി ഭയക്കണം. തിരിച്ചടികൾ കൃത്യമായി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി നമ്മൾ എടുക്കേണ്ടതാണ് അല്ലേ? നമ്മുടെ സൈനികരെയൊക്കെ അവിടെ നിന്ന് പിൻവലിച്ചു എന്ന് തോന്നുന്നു. ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായൊക്കെ അവരെല്ലാം അവിടെ നിന്ന് മാറിയതിന് ശേഷം ഉണ്ടായ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിയ പ്ലാനിങ്ങിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ഉയരം കൂടിയ സ്ഥലമാണ്. കുതിര സവാരിയാണ് അവിടുത്തെ പ്രധാന, അതിലൂടെയാണ് മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും കുതിര സവാരിയിലൂടെയാണ്. അപ്പോൾ അത്തരം ഒരു മേഖലയെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഇവരുടെ ഉദ്ദേശം? കശ്മീരിനെ തിരിച്ചു പിടിക്കാനുള്ളതാണോ, അതോ കശ്മീർ അശാന്തിയുടെ താഴ്വരയാക്കാനാണോ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.